ഹലോ ഗായ്സ്, സുഖം തന്നെയല്ലേ? നിങ്ങൾ ഷോപ്പിംഗ് ക്രേസുള്ളൊരു വ്യക്തിയാണോ? എന്നാൽ നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുന്നു മലേഷ്യയിലെ ഒരു ഷോപ്പിംഗ് സെൻറ്റർ. അതാണ് സെൻട്രൽ മാർക്കറ്റ്. നമ്മുടെ യാത്ര ഇന്ന് അങ്ങോട്ടാണ്. സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ക്വാലാലംപൂരിൻ്റെ ഹൃദയഭാഗത്താണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ക്വാലാലംപൂരിലെ ഈ സെൻട്രൽ മാർക്കറ്റിൽ നമുക്ക് ചീപ്പായിട്ട് പല വിധത്തിലുള്ള ഫാൻസി ഐറ്റങ്ങളെല്ലാം ഷോപ്പ് ചെയ്യാൻ പറ്റും. ഇനി നാട്ടിലെന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവിടെ വന്ന് ഈ സാധനങ്ങളൊക്കെ ചീപ്പായി വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സെൻട്രൽ മാർക്കറ്റ് ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത് കസ്തൂരി വാക്ക് എന്ന് പറയുന്ന വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അടുത്തായിട്ടും പെറ്റലിംഗ് സ്ട്രീറ്റിൻ്റെയൊക്കെ വളരെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ട്രീറ്റ് പൊതുവേ ഭയങ്കര കളർഫുള്ളാട്ടോ, അട്രാക്റ്റീവ് ആക്കുന്നതാണ്. ഇതാണ് സെൻട്രൽ മാർക്കറ്റ്. അപ്പോൾ ഇനി നമുക്ക് അകത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതൊരു ഇൻഡോർ മാർക്കറ്റാണ്. ഫ്രഷ് ഫ്ലവേഴ്സ് ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ച് കംപ്രസ് ചെയ്തിട്ടുള്ള ഇയറിങ്, ചെയിന്, ലോക്കറ്റുകൾ, കീ ചെയിന്, മൊബൈൽ കവേഴ്സ് ഇതെല്ലാം കാണാം. വളരെ അട്രാക്റ്റീവാണ്. ഭയങ്കര ഫാൻസി ആൻഡ് ക്യൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാം മോഡറേറ്റ് പ്രൈസ് തന്നെയാണ്. ഹെയർ ബാൻഡുകളുണ്ട്. ബാഗ്സിൻ്റെ കളക്ഷൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയുമുണ്ട്. വളരെ കൂടുതലായിരുന്നു. നല്ല സ്റ്റൈൽ ആൻഡ് ബാഗുകളൊക്കെ ഉണ്ട്. ടോയ് കളക്ഷനാണ്. ക്യൂട്ട് ചെറിയ ചെറിയ ടോയ്കൾ. മോസ്റ്റ്ലി അത് ബാഗിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റൈലാണല്ലോ. അങ്ങനത്തെ ടോയ്സ് ഇവിടെ കുറച്ച് കൂടുതലുണ്ട്. ബാഗ്സിൻ്റെ കളക്ഷനൊക്കെ ഒന്ന് കാണാം. ടെക്സ്റ്റൈലും ക്ലോത്തിങ്ങും ഫാബ്രിക്കുകളും അതെല്ലാം ഉണ്ട്. പല വെറൈറ്റിയിലുള്ള ഡ്രസ്സുകളും ഇവിടെ ഉണ്ട്. ജ്വല്ലറിയുടെ കളക്ഷൻ, കീ ചെയിനാണ്. ഇതെല്ലാം വളരെ ക്യൂട്ടായിട്ടുണ്ട്.
ഓരോ ഫ്ലവേഴ്സിൻ്റെ മോഡലിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്തെ സ്റ്റോളുകളൊക്കെ ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മലേഷ്യയുടെ കൾച്ചറിൻ്റെയും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കുകളൊക്കെയാണ് കാണിക്കുന്നത്. ഹാൻഡിക്രാഫ്റ്റുകൾ, സുവനിയർ ഐറ്റംസ്, ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ, ഇതൊക്കെയാണ് ഈ സെൻട്രൽ മാർക്കറ്റിലുള്ളത്. ഇതൊരു വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വേണ്ടത് അവരുണ്ടാക്കി തരും. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ക്രോഷ്യ വർക്ക് ചെയ്തിട്ടുള്ള ഈ ഐറ്റംസാണ്. കീ ചെയിന്, ഫ്ലവേഴ്സുകൾ, ഒരു ചെറിയ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയത്, ബുക്ക് മാർക്കുകൾ, ഇതെല്ലാം ക്രോഷ്യൻ്റെ ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ഈസി ആയിട്ടൊരു 4-5 ഹവേഴ്സൊക്കെ നമുക്കിവിടെ നടന്ന് കാണേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഫാൻസി മൊബൈൽ കവേഴ്സുകൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു വലിയൊരു സെൻറ്റർ തന്നെയാണ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയത്. ജെലാറ്റോൻ്റെ ഐറ്റംസൊക്കെയാണ് ഇതിലുള്ളത്. ബാഗ്സുകൾ, വാട്ടർ ബോട്ടിൽസ്, അതൊക്കെയാണ്. നല്ല ഭംഗിയുള്ള ടിഫിൻ ബോക്സുകളൊക്കെ കാണാം. ഫ്ലവർ ക്ലിപ്പുകളൊക്കെയാണ് ഇതെല്ലാം. ഫ്രിഡ്ജ് മാഗ്നറ്റ്, അതൊക്കെ ഉണ്ട് ഇവിടെ. നിറയെ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ജ്യൂസുകൾ, കേക്കുകൾ. അപ്പോൾ അതൊക്കെ കഴിച്ചൊന്ന് റിഫ്രഷായി വീണ്ടും ഷോപ്പിംഗ് ചെയ്യാം. ഇതിനകത്തുനിന്ന് പോവാതെ തന്നെ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും.
സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്പേസ് ഉള്ളൊരു ഏരിയ തന്നെയാണ്. നിറയെ കോറിഡോറുകളുണ്ട്, അതിലൊക്കെ ഷോപ്പുകളുണ്ട്. അപ്പോൾ കുറേ സമയം വേണം ഇതിനകത്ത് ഒന്ന് സ്പെൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഷോപ്പ് ചെയ്യണമെങ്കിലും. ക്രോഷ്യ ഐറ്റംസ് ഇനിയും നിങ്ങൾക്ക് കാണാം. ഓരോ ആൽഫബറ്റ്സിലുമുള്ള കീ ചെയിനുകളാണ്. നല്ല ഫാൻസിയാണ് ഇതെല്ലാം. ഇതൊക്കെയാണ് സെൻട്രൽ മാർക്കറ്റിലെ വിശേഷങ്ങൾ. ഇനി ഇതിൻ്റെ വളരെ അടുത്തായിട്ട് തന്നെ ഒരു ചൈന മാർക്കറ്റുണ്ട്. അവിടുത്തെ ദൃശ്യങ്ങളും കൂടെ നമുക്ക് കാണാം. അവിടെയും ഇതുപോലെ ചീപ്പ് ഷോപ്പിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അവിടെയും ഇതുപോലെ ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട്, സൂട്ട് കേസുകളുണ്ട്, മൊബൈൽ കവേഴ്സ് ഉണ്ട്, ബാഗ്സ്, ക്രോഷ്യ വർക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കാണാം. ഈ ക്രോഷ്യ ഐറ്റംസിൻ്റെ പ്രൈസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. മലേഷ്യൻ റിങ്കറ്റ് 10 അത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ. കോലാലംപൂരിലെ മെയിൻ സ്ട്രീറ്റുകളാണ് ഇതൊക്കെ. ഈ സ്ട്രീറ്റുകളിലൊക്കെ ഇടയ്ക്കൊന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഭംഗിയും കൂടിയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് ആസ്വദിക്കാൻ പറ്റും. ഇവിടുത്തെ റോഡ്സുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. വലിയ ട്രാഫിക്കുകളൊന്നും കണ്ടില്ല. നിറയെ റെസ്റ്റോറൻറ്റ്സുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. കോലാലംപൂരിലെ സെൻട്രൽ മാർക്കറ്റിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സ്ട്രീറ്റിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭംഗിയൊന്ന് കാണാം. പൈനാപ്പിളൊക്കെ എന്ത് ഭംഗിയായിട്ട് അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി പുതിയ വിശേഷങ്ങളുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.